സൂപ്പറാ. ഫസ്റ്റ് പാർട്ടിനെക്കാട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് സിനിമയുടെ അവസാനം ഒരു അരമണിക്കൂർ എന്ന് പറയുമ്പം സ്ക്രീനിന് തീയിട്ട പോലെ എന്ന് പറയില്ല, അമ്മാതിരി ഒരു ഇതാണ്. ശരിക്കും എനിക്കൊരു രോമാഞ്ചം മാറിയിട്ടില്ല. നല്ലൊരു സിനിമ. ഡെഫിനറ്റ്ലി കണ്ടാര ഫസ്റ്റ് പാട്ടിനെക്കാട്ടി മേളിലേക്ക് അടിപൊളി. പ്രത്യേകിച്ച് രുക്മിണി വസന്ത് തുടക്കത്തിന് ഞാൻ വിചാരിച്ച് വെറും ഒരു സ്ത്രീ കഥാപാത്രമാണ്. പക്ഷെ അവരും ജയറാമൊക്കെ അവസാനത്തെ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ അവരങ്ങനെ കത്തിച്ചളയെന്ന് പറഞ്ഞാൽ പറയും. സൂപ്പർ. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തില്? ഓക്കെ, മേക്കിംഗ് ഡയറക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, എങ്ങനെയുണ്ട് ചേച്ചി? ഓക്കെ, എന്താണ് ചേച്ചി ഇഷ്ടപ്പെട്ട പടത്തില്? എങ്ങനെയാണ് നമ്മുടെ നടൻ ഋഷഭ് ഷെട്ടിയൊക്കെ എങ്ങനെയുണ്ട്? ജയറാമേട്ട എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. അതുപോലെ അതിൻ്റെ ഗ്രാഫിക്സും ക്യാമറ ക്വാളിറ്റിയും അതേപോലെ ആക്ടിങ് കറക്റ്റാണ്. ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന തരം ഗ്രാഫിക്സാണ്. ആനിമേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതേപോലെ ഒരു മനുഷ്യന് കാണാൻ പറ്റിയ ത്രില്ലർ മൂവിയാണ്. പക്ഷേ നമുക്ക് കാണുന്നവർക്കും വിളിക്കുന്നവർക്കും ഒരേപോലെ ത്രില്ലിംഗ് ആയിട്ടും അതേപോലെ ആക്ടിങ് പുള്ളി പേരൊക്കെ ജയറാം അതേപോലെ ടീമുള്ള നല്ല ആക്ടിങ്ങാണ് ചെയ്യുന്നത്. അതേപോലെ ലാസ്റ്റ് സീനാണ് നമുക്ക് കാണുന്നത്. ആ സീൻ നമുക്ക് കാണണമെങ്കിൽ മനസ്സിലാവും. നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ തിരിയാടി അത് എന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. അത്രയുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ചെറുപ്പക്കാരോട് ചോദിച്ചാൽ ചിലപ്പോൾ നേരെ ഞാൻ സാധാരണ ശാന്തമായ സിനിമ കോമഡി ഇപ്പോൾ ഇഷ്ടം. പണ്ടതൊക്കെ ഇഷ്ടമായിരുന്നു. നന്നായി ഇഷ്ടപ്പെട്ടു. ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളി. പോകുമ്പോൾ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് വരാം. പോയപ്പോൾ എനിക്ക് അത് ഇഷ്ടമായി. എങ്ങനെയുണ്ട് അതിലുള്ള അഭിനയവും ഭക്തിയൊക്കെ? സെറ്റിങ്സിനാണ് ഏറ്റവും വലിയ ആ പ്രദേശങ്ങൾ ഉണ്ടാക്കിയ അതിന്റെ ആ സെറ്റിങ്സ്, അതാണ് എടുത്തു പറയേണ്ടത്. അഭിനയത്തിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ആ ഒരു ഇങ്ങനൊരു പ്രദേശം ഉണ്ടോന്ന് തോന്നിപ്പോകുന്ന രീതിയിലുണ്ടായതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ബാക്കി ഒന്നാം ഭാഗം കണ്ടതുകൊണ്ട് അതിൻ്റെ ആ അഭിനയം അവരുടെ റേഞ്ച് നമുക്കറിയാം. പിന്നെ ജയറാമൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് മറ്റേ അഭിനയം പിന്നെ നമ്മുടെ ആദ്യത്തെ ഭാഗത്തിൽ കണ്ടതാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാണ്ട് അതും ഗംഭീരമാണ്. ജയറാം ഭയങ്കര നമുക്കൊരു പ്രതീക്ഷിക്കാതെ ഒരു ക്ലൈമാക്സ് ലാസ്റ്റ് വന്നത്. ജയറാം അങ്ങനെ ഒരു ഇതിലേക്ക് വരും, ആ ഒരു കഥാപാത്രം അങ്ങനെ ഒരു ഇതിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. ഗംഭീരമായിട്ട് പറഞ്ഞപ്പോൾ ഒരു ഇത് വന്നു. നിങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിൻ്റെ ഒരു വികാരം വന്നു. പലരും ക്ലൈമാക്സിൽ കണ്ണ് നിറയുമെന്ന് പറഞ്ഞു. അല്ല, അതുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോഴാണ് നിങ്ങളോട് അത് പറയുമ്പോഴാണ് നമുക്കൊരു മൂന്നാമതൊരാളോട് പറയുമ്പോഴാണ് നമ്മൾ കണ്ടത് വേറെ ആളോട് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു വികാരം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്.